റാവുത്തർ പോയതിനു ശേഷം എബ്രഹാം കിട്ടിയ വിവരങ്ങൾ ചേർത്ത് വായിക്കാൻ ശ്രമിച്ചു. ക്യാബിനിൽ അയാൾ തലങ്ങും വിലങ്ങും നടന്നു. പോക്കറ്റിൽ നിന്നും ഒരു സിഗരറ്റ് എടുത്ത് അതിന് തിരികൊളുത്തി. വൈകുന്നേരമായി അയാൾ ക്യാബിന്റെ പുറത്തു വന്നപ്പോൾ പുറത്തിരുന്ന സെക്രട്ടറിയോട് അയാൾ പറഞ്ഞു, എനിക്കൊരു ടീം ഫോം ചെയ്യണം. അത്യാവശ്യമായി അതിനുള്ള ഒരുക്കങ്ങൾ ചെയ്യൂ. ആരൊക്കെയാണ് വേണ്ടതെന്ന് ഞാൻ പറയാം. അവരെവിടെയാണെങ്കിലും 1 മണിക്കൂറിലൂടെ എത്തണം. സെക്രട്ടറി വിവരങ്ങൾ എഴുതിയെടുത്തു. കൃത്യം 1 മണിക്കൂറിനുള്ളിൽ തന്നെ എബ്രഹാം പറഞ്ഞ ഓഫീസേഴ്സ് അവിടെ എത്തിച്ചേർന്നു. അവർ 5 പേരുണ്ട്. എല്ലാവരും മുൻപ് എബ്രഹാമിനൊത്ത് ജോലി ചെയ്തിട്ടുള്ളവർ. വിവേക്, ജെയിംസ്, ശ്രീനാഥ്, റിയാസ്, ശ്യാം. എല്ലാവരും എബ്രഹാമിന്റെ ക്യാബിനിൽ ഒത്തുകൂടി. എബ്രഹാം അവരെ അഭിസംബോധന ചെയ്തു. ഗൈസ്, ഇത്രയും ഷോർട്ട് നോട്ടീസിൽ നിങ്ങളിവിടെ വിളിച്ചു വരുത്തിയെങ്കിൽ അതത്രയും ഗൗരവമേറിയ വിഷയമായതുകൊണ്ടാണ്. സാത്താൻ? റിയാസ് ചോദിച്ചു. സാറ് സാത്താന്റെ പുറകെയാണെന്ന് ഡിപ്പാർട്ട്മെന്റിൽ ഒരു സംസാരം ഉണ്ടായിരുന്നു. യു ആർ റൈറ്റ്, സാത്താൻ. അവൻ തന്നെയാണ് നമ്മുടെ ടാർഗറ്റ്. എബ്രഹാം മറുപടി പറഞ്ഞു. 8 വർഷം മുമ്പ് ഈ നഗരത്തിൽ സ്വന്തമായൊരു സാമ്രാജ്യം സൃഷ്ടിച്ച ക്രൈം ഡോൺ അവനിപ്പോൾ തിരിച്ചു വന്നിട്ടുണ്ട്. അവനെ നമുക്ക് കൊടുക്കണം. അതിനാണ് ഞാൻ ഈ ടീം രൂപീകരിച്ചത്. കഥകളുടെ മായിക ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അവർ പരസ്പരം നോക്കി. എബ്രഹാം തുടർന്നു. നിങ്ങൾ 5 പേര് കൂടാതെ ലോക്കൽ പോലീസിൽ നിന്ന് ഒരു റാവുത്തർ കൂടി ഉണ്ടാവും നമ്മുടെ കൂടെ. വിവേക്, ഈ റാവുത്തർ എന്ന് പറയുന്നത് നമ്മുടെ ബാച്ചിലെ ആസിഫിന്റെ അച്ഛനല്ലേ? ശ്രീനാഥ് ചോദിച്ചു. എബ്രഹാമാണ് മറുപടി പറഞ്ഞത്. റാവുത്തറിന് ഒരു മകനുണ്ടോ? അതും നമ്മുടെ ഫോഴ്സിൽ? വിവേക് അതിനുള്ള ഉത്തരം പറഞ്ഞു. അതെ സർ, ഞങ്ങളുടെ ബാച്ചിലെ ഏറ്റവും മിടുക്കനായ ഓഫീസറായിരുന്നു ആസിഫ്. പക്ഷേ വിധി അവന് വേറെയാണ് കരുതി വെച്ചത്. ഡ്യൂട്ടിക്കിടയിൽ മരണപ്പെട്ടു. ഓ, അതെനിക്കറിയില്ലായിരുന്നു. എബ്രഹാം മറുപടി പറഞ്ഞു. റാവുത്തർ വരുന്നില്ല സാർ? ശ്യാമാണ് ചോദിച്ചത്. അയാൾ നാളെ രാവിലെ നമ്മുടെ കൂടെ ചേരും. ഇതുവരെ കിട്ടിയ വിവരങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാം. നിങ്ങൾക്കതിൽ നിന്ന് എന്താണ് ഗ്രഹിക്കാൻ കഴിയുന്നതെന്ന് പറയണം. കിട്ടിയ വിവരങ്ങൾ എബ്രഹാം അവരോടായി പറഞ്ഞു. സാർ, ഈ കഴുകനും പാമ്പും ഒരുമിച്ച് വരുന്നത് അത്ര വിശ്വസനീയമല്ല, ജെയിംസ് പറഞ്ഞു. ഈ കേസിൽ ഒന്ന് തന്നെ വിശ്വസനീയമല്ല, എബ്രഹാം മറുപടി പറഞ്ഞു. സാത്താന്റെ പഴയ ക്രൈം ഹിസ്റ്ററി പരിശോധിച്ചാൽ ഡ്രഗ്സ്, വെപ്പൺസ്, റിയൽ എസ്റ്റേറ്റ് ഇവയൊക്കെയായിരുന്നു അവൻ്റെ പ്രധാന പ്രവർത്തന മേഖല. പക്ഷേ ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ആനക്കൊമ്പ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാവുന്നത്? അവൻ ട്രാക്ക് മാറ്റിയിരിക്കുന്നു. വീണ്ടും കാലുറപ്പിക്കാൻ എളുപ്പം ഇതുപോലത്തെ ബിസിനസ്സാണ്, റിയാസ് പറഞ്ഞു. പക്ഷെ അവിടെയാണ് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. കണ്ടെത്തിയ ആനക്കൊമ്പും മുതലത്തോലൊന്നും പുതിയതല്ല, വളരെ പഴക്കം ചെന്നതാണ്. അതുപോലെ ആ കണ്ടാമൃഗത്തിന്റെ കൊമ്പ് ആസാമിൽ മാത്രം കണ്ടുവരുന്ന ഒരു ഇനമാണിത്. സാത്താൻ ഇത്രയും നാൾ എവിടെയായിരുന്നുവെന്ന് ചിലപ്പോൾ ഇവ നമുക്ക് കാണിച്ചു തരും, എബ്രഹാം പറഞ്ഞു. അയാൾ തുടർന്നു. അതുപോലെ അന്ന് സാത്താൻ വന്നപ്പോൾ കാലാവസ്ഥയിലുണ്ടായ മാറ്റം യാദൃശ്ചികമായിരിക്കാം, പക്ഷേ അങ്ങനെ വിശ്വസിക്കാനാവുന്നില്ല. സാറ് തന്നെ ഇങ്ങനെ പറഞ്ഞാൽ? ശ്യാമ സംശയം പ്രകടിപ്പിച്ചു. ഞാൻ ഈ കേസിന്റെ എല്ലാ വശങ്ങളും പറഞ്ഞെന്നേ ഉള്ളൂ. പിന്നെ നമ്മുടെ കയ്യിലുള്ളത് ആ ലോഡ്ജിൽ നിന്ന് കിട്ടിയ പാമ്പിന്റെ പടമാണ്. അത് ഒരു രാജവെമ്പാലയുടേതാണെന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞു. പക്ഷേ ആ രഘുവരന്റെ ഗുണ്ട സാജനെ കൊന്നത് ഒരു പെരുമ്പാമ്പാണെന്നാണ് നിഗമനം. അതിന് വലിയ കാര്യമില്ല സാർ. പാമ്പുകൾ ഇന്ന് പലരും കൂട്ടിലിട്ട് വളർത്തുന്നുണ്ട്. ഈ സാത്താനും അക്കൂട്ടത്തിൽപ്പെട്ട ആളാവാം. അയാൾക്കും വെമ്പാലയും പെരുമ്പാമ്പൊക്കെ കാണും. അങ്ങനെയുള്ളൊരു പെരുമ്പാമ്പിനെ കൊണ്ട് കൊല്ലിച്ചതായിക്കൂടെ? വിവേക് ചോദിച്ചു. അവിടെയാണ് അടുത്ത ചോദ്യം. പാമ്പുകളുടെ തലച്ചോറ് വളരെ ചെറുതാണ്. ഭക്ഷണം, സുരക്ഷ, ഇണചേരൽ എന്നീ പ്രാഥമിക ചിന്തകളല്ലാതെ അവയുടെ ബുദ്ധിയിൽ വേറെ ഒന്നുമില്ല. പെരുമ്പാമ്പ് ആദ്യം തൻ്റെ ഇരയെ കടിച്ചതിന് ശേഷമാണ് വരിഞ്ഞു മുറുക്കുന്നത്. പക്ഷേ ഈ കേസിൽ സാജന്റെ ശരീരത്തിൽ ഒരിടത്ത് പോലും അങ്ങനെ ഒരു മുറിവ് കണ്ടിട്ടില്ല. വിവേക് എന്തോ ആലോചിച്ചു. എബ്രഹാം തുടർന്നു. ഇതിനെല്ലാം ഉപരി ശവത്തിന്റെ കണ്ണുകൾ മാത്രം കുത്തിയെടുക്കുന്ന ഒരു കഴുകൻ. കഴുകന്മാര് ശവന്തിനികളാണ്. പക്ഷേ ഒരു കഴുകനും കണ്ണ് മാത്രമായിട്ട് എടുക്കില്ല. പാമ്പിനെയും കഴുകനെയൊന്നും മനുഷ്യനും മെരുക്കി വളർത്താനാവില്ല. മറ്റുള്ളവരത് സമ്മതിച്ചു. പിന്നെ നമ്മളാരും ശ്രദ്ധിക്കാതെ പോയൊരു കാര്യം കൂടിയുണ്ട്. അവൻ്റെ തിരിച്ചുവരവിൻ്റെ തീയതി ഏപ്രിൽ 30. അതിനെന്താണ് ചരിത്ര പ്രത്യേകത? ശ്രീനാഥ് ചോദിച്ചു. ഏപ്രിൽ 30 അന്നാണ് ചർച്ച് ഓഫ് സാത്താൻ രൂപം കൊണ്ടത്. സാത്താനിൽ വിശ്വസിക്കുന്നവരുടെ മതം അന്നാണ് തുടങ്ങിയത്. മീറ്റിംഗ് തുടങ്ങിയപ്പോഴുള്ള ധൈര്യം
അവർക്ക് 5 പേർക്കും ഇല്ലാതെയായി. നമ്മൾ എവിടെ തുടങ്ങണം സാർ? ഒടുവിൽ ജെയിംസ് ചോദിച്ചു. നാളെ റാവുത്തറൂടെ വന്നിട്ട് സൂര്യയെ ഒരിക്കൽ കൂടി കാണണം, പോലീസ് മുറിയിൽ തന്നെ. ഓക്കെ ജെന്റിൽമാൻ, നമുക്ക് ഇന്നത്തേക്ക് പിരിയാം. നാളെ രാവിലെ 10 മണി നമ്മൾ ഇവിടെ തന്നെ കാണുന്നു. എബ്രഹാം എല്ലാവരോട് യാത്ര പറഞ്ഞു. റാവുത്തറുടെ വീട് തിരിഞ്ഞു നോക്കാൻ റാവുത്തറിനായില്ല. ശരീരമാകെ മരവിച്ചതുപോലെ തന്റെ പുറകിൽ അവനുണ്ടെന്ന് അയാൾക്ക് ഉറപ്പായി. കാലിന്റെ താഴെ ഇഴഞ്ഞത് പതുക്കെ അയാളുടെ കാലുകൾ വഴി മുകളിലേക്ക് കയറി. മുറിയിലാകെ ഇരുട്ടാണ്. ഗണ്ണ് ഷെൽഫിലുണ്ട്. എത്തിച്ചെടുക്കാൻ കൈ പൊങ്ങുന്നില്ല. സാത്താൻ, നിനക്ക് എന്താണ് വേണ്ടത്? വിറച്ചുകൊണ്ട് റാവുത്തർ ചോദിച്ചു. വീണ്ടും പതിഞ്ഞ സ്വരത്തിൽ സാത്താൻ പറഞ്ഞു, എനിക്കല്ലല്ലോ, നിങ്ങൾക്കല്ലേ വേണ്ടത് എന്നെ. സാത്താൻ പതുക്കെ ചിരിച്ചു. പല ചിന്തകൾ റാവുത്തറിന്റെ മനസ്സിലൂടെ കടന്നുപോയി. എന്ത് ചെയ്യണമെന്ന് അയാൾ ആലോചിച്ചു. കാലിൽ ഇപ്പോഴും എന്തോ വരിഞ്ഞു മുറുക്കിയിട്ടുണ്ട്. കാണാൻ പറ്റുന്നില്ല, പക്ഷേ അനക്കമുണ്ട്. എന്തിനാ ഇവിടെ വന്നത്? റാവുത്തർ ചോദിച്ചു. വന്നതല്ലോ, വരുത്തിയതല്ലേ, നീയോ അവനും കൂടി. സാത്താൻ, ഞങ്ങൾ ഞങ്ങളുടെ ജോലിയാണ് ചെയ്യുന്നത്. നീയെന്നല്ല, നിയമം കയ്യിലെടുക്കാൻ ആരും മുതിർന്നാലും ഞങ്ങൾ ഇത് തന്നെ ചെയ്യും. ഒരു ചിറകടി ശബ്ദം ആ മുറിയിൽ ഉയർന്നു. പിന്നിൽ സാത്താൻ മാത്രമല്ല എന്ന് റാവുത്തറിന് മനസ്സിലായി. എന്റെ നിയമം, അതാണ് എന്റെ ശരി. അത് തെറ്റിക്കുന്നവരെ ഞാൻ എന്റെ രീതിയിൽ ശിക്ഷിക്കും. നിന്റെ മകൻ ആസിഫ്, അവൻ ആ നിയമം തെറ്റിച്ചു. ഞാൻ എന്റെ ശിക്ഷ നടപ്പാക്കി. റാവുത്തർ അതുകിട്ടി ഞെട്ടി. ആസിഫ് മരിച്ചത് ഒരു വാഹനാപകടത്തിലാണെന്നാണ് ഇത്രയും നാളയാൽ വിശ്വസിച്ചിരുന്നത്. റാവുത്തറുടെ കണ്ണുകൾ നിറഞ്ഞു. വിഷമവും ദേഷ്യവും ഒരേ സമയം അയാളിൽ അലതല്ലി. ലൈറ്റ് ഇടാൻ സ്വിച്ച് തികയില്ല. പക്ഷേ ഇപ്പൊ കൈ നീട്ടി ഷെൽഫിൽ നിന്ന് ഗണ്ണെടുക്കാൻ ശബ്ദം വരുന്ന ദിശ വെച്ച് സാത്താൻ തന്റെ തൊട്ടുപിറകിൽ ഒരു കസേരയിൽ ഇരിക്കുകയാണ്. ഇപ്പോൾ നീ, പക്ഷെ നിന്നെ കൊല്ലാൻ എനിക്ക് തോന്നുന്നില്ല റാവുത്തർ. വേണ്ടടാ, പക്ഷെ നിന്നെ ഞാൻ കൊല്ലും. അലറിക്കൊണ്ട് റാവുത്തർ ഗണ്ണെടുത്ത് തിരിഞ്ഞു. കാലിലെ പിടിപെട്ടിരിക്കുന്നു. അയാൾ ശബ്ദം കേട്ട ഭാഗത്തേക്ക് തോക്ക് ചൂണ്ടി. ഇരുട്ടാണ്, ചുറ്റുമൊന്നും കാണാൻ വയ്യ. നിറയൊഴിക്കാൻ തുടങ്ങിയ റാവുത്തർ കണ്ടത് അയാളുടെ പൊക്കത്തിൽ പത്തി വിരിച്ച് തൊട്ടു മുന്നിൽ നിൽക്കുന്ന ഒരു രാജവെമ്പാലയാണ്. അതിന്റെ കണ്ണുകൾ തിളങ്ങി. ഒരു നിമിഷം വിറച്ച റാവുത്തർ തോക്ക് താഴെയിട്ടു. രാജവെമ്പാലയുടെ പിറകിൽ നിന്നും വീണ്ടും ഒരു ചെറുകടി ശബ്ദം കേട്ടു. ഒപ്പം സാത്താന്റെ സ്വരവും. അവനോട് നീ പറയും ഇത് അവസാനിപ്പിക്കാൻ. മുന്നിൽ നിന്ന് സർപ്പം അതിന്റെ തല റാവുത്തറുടെ കഴുത്തിലേക്ക് പായിച്ചു. അയാളുടെ കണ്ണുകൾ അടഞ്ഞു. മൊബൈൽ ഫോൺ നിർത്താതെ ശബ്ദിച്ചത് കേട്ടാണ് എബ്രഹാം ഉണർന്നത്. അയാൾ കണ്ണു തുറന്ന് ക്ലോക്കിലേക്ക് നോക്കി. സമയം രാവിലെ 6 മണി ആയിട്ടേ ഉള്ളൂ. ഫോൺ എടുത്ത് നോക്കിയ എബ്രഹാം കണ്ടത് റിയാസിന്റെയും ശ്യാമിന്റെയും മിസ്ഡ് കോൾസ് ആണ്. രണ്ടും കൂടെ 10 മുകളിൽ കോളുകൾ. അയാൾ റിയാസിനെ തിരിച്ചു വിളിച്ചു. ഹലോ റിയാസ്, ഗുഡ് മോർണിംഗ്. ബാഡ് മോർണിംഗ് സാർ, റാവുത്തർ ഹോസ്പിറ്റലാണ്. റിയാസ് മറുപടി പറഞ്ഞു. വാട്ട്? എന്തുപറ്റി? ഏത് ഹോസ്പിറ്റലില്? എബ്രഹാം ചോദിച്ചു. എന്ത് പറ്റിയെന്നറിയില്ല സാർ. ഇവിടെ അശോക് ഹോസ്പിറ്റലാണ്. ഞാനും ശ്യാമും കൂടെ ഉണ്ട്. സാറൊന്ന് പെട്ടെന്ന് വരണം. എബ്രഹാം ഫോൺ കട്ട് ചെയ്ത് കട്ടിൽ നിന്നിറങ്ങി. റാവുത്തറിന് എന്തുപറ്റി? ഇന്നലെ കണ്ടപ്പോഴും കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇനി സാത്താൻ എന്തെങ്കിലും? എബ്രഹാം ആലോചിച്ചു. സമയം 7 മണി. എബ്രഹാം അശോക് ഹോസ്പിറ്റലിലെത്തി. റിയാസും ശ്യാമും ഓടി ഉണ്ടായിരുന്നു. കൂടെ റാവുത്തറിന്റെ സ്റ്റേഷനിലെ 2 പോലീസുകാരും. എന്താ സംഭവിച്ചത്? എബ്രഹാം റിയാസിനോട് ചോദിച്ചു. അറിയില്ല സാർ, രാവിലെ വീട് വൃത്തിയാക്കാൻ വന്ന വേലക്കാരാണ് മുറിയിൽ ബോധമില്ലാതെ കിടന്ന റാവുത്തറിനെ കണ്ടത്. അയാൾ അപ്പോൾ തന്നെ സ്റ്റേഷനിൽ വിളിച്ചു പറയുണ്ടായി. അവിടെ നിന്ന് പോലീസുകാരെ ചൂണ്ടി റിയാസ് തുടർന്നു. ഇവരാണ് ഇവിടെ എത്തിച്ചത്. ഞങ്ങൾ വിളിച്ചറിയിച്ചതും ഇവര് തന്നെയാണ്. ഡോക്ടർ എന്തു പറഞ്ഞു? ഡോക്ടർ ഇതുവരെ ICUവിന്റെ വെളിയിൽ വന്നിട്ടില്ല. വി ആർ വെയിറ്റിംഗ് ഫോർ യു. ശ്യാം പറഞ്ഞു. നിങ്ങൾക്ക് പോവാം, ഞങ്ങൾ നോക്കിക്കോളാം. അവിടെ നിന്ന് 2 പോലീസുകാരോട് എബ്രഹാം പറഞ്ഞു. അവർ 2 പേരും ഇറങ്ങി. അപ്പോഴേക്കും ജെയിംസും ശ്രീനാഥും വിവേകും എത്തി. കുറച്ചു കഴിഞ്ഞപ്പോൾ ICU വാതിൽ തുറന്ന് ഡോക്ടർ വെളിയിൽ വന്നു. എബ്രഹാം ഡോക്ടറോട് തിരക്കി. എങ്ങനെയുണ്ട് സാർ റാവുത്തറിന്? ഹീസ് ഓക്കെ, ജസ്റ്റ് എ സ്ക്രാച്ച്. ബോധമുണ്ട് ഇപ്പോൾ. പിന്നെ ICUയിൽ വെച്ചത് വിഷം എത്ര ഉള്ളിച്ചെന്നറിയാനാണ്. വിഷം? എല്ലാവരും ഒരേ സ്വരത്തിൽ ചോദിച്ചു. യെസ്, പാമ്പ് കടിച്ചതാണ് അയാളെ. എങ്ങനെ? ഏത് പാമ്പ്? എബ്രഹാം ആകാംക്ഷയോട് ചോദിച്ചു. കഴുത്തിലാണ് കടിയേറ്റിരിക്കുന്നത്. ഏത് പാമ്പാണെന്നറിയില്ല. അതിന് കുറച്ച് ടെസ്റ്റിലൂടെ നടത്തണം. പക്ഷെ പേടിക്കാനൊന്നുമില്ല. വളരെ ചെറിയ അംശം വിഷം മാത്രമാണ് അയാളുടെ ദേഹത്തുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അയാൾ കാണാം, ആരെങ്കിലും ഒരാൾ. എബ്രഹാം ICUവിന്റെ അകത്തേക്ക് പോകാൻ ഒരുങ്ങി. അതിനു മുന്നേ
ഫോൺ എടുത്ത് വിവേകിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, അതിൽ ബിബിൻ എന്ന നമ്പറിൽ വിളിച്ചിട്ട് എത്രയും പെട്ടെന്ന് എൻ്റെ ഓഫീസിലേക്ക് വരാൻ പറ. വിവേക് അനുസരിച്ചു. എബ്രഹാം അകത്ത് കയറി. റാവുത്തറിന് ബോധമുണ്ട്. ബെഡിന്റെ അടുത്തുള്ള കസേരയിൽ അയാൾ ഇരുന്നു. റാവുത്തർ. എബ്രഹാം പതുക്കെ വിളിച്ചു, സാത്താൻ. അവൻ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു സർ. റാവുത്തർ നടന്നതെല്ലാം എബ്രഹാമിനോട് പറഞ്ഞു. അയാൾ വിതുമ്പാൻ തുടങ്ങി. ഹേയ് റാവുത്തർ, എന്തുപറ്റി? തനിക്കൊന്നുമില്ല. അയാൾ തന്നെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചതാണ്. എബ്രഹാം റാവുത്തറിനെ ആശ്വസിപ്പിച്ചു. അതല്ല സർ, എൻ്റെ മോൻ എൻ്റെ ആസിഫിനെ കൊന്നത് ആ ദുഷ്ടനാണ്. റാവുത്തർ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. എബ്രഹാം ഞെട്ടി. അയാൾക്ക് എന്തു പറയണമെന്നറിയാത്ത അവസ്ഥയിലായിപ്പോയി. നിങ്ങൾ റെസ്റ്റ് എടുക്കുക റാവുത്തർ, നമ്മൾ അവനെ പിടിക്കും. ധൈര്യമായിരിക്കെ. അത്രയും പറഞ്ഞ് എബ്രഹാം ഇറങ്ങി. അയാൾ വിവരങ്ങൾ ടീമിനെ അറിയിച്ചു. വിവേകും ജെയിംസും ഹോസ്പിറ്റലിൽ തന്നെ നിന്നു. ബാക്കിയുള്ളവർ ഓഫീസിലേക്ക് പോയി. അവിടെ അവരെ കാത്ത് ബിബിൻ ഉണ്ടായിരുന്നു. ഗുഡ് മോർണിംഗ് സർ. എബ്രഹാമിനെ കണ്ടതും ബിബിൻ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ക്യാബിനിലേക്ക് വരൂ മിസ്റ്റർ ബിബിൻ. അവരെല്ലാം എബ്രഹാമിന്റെ ക്യാബിനിലെത്തൂടി. ബിബിൻ, അന്ന് നിങ്ങൾ പറഞ്ഞു വിഷമില്ലാത്ത പാമ്പുകൾ ഇരയെ വരിഞ്ഞു മുറുക്കിയാണ് കൊല്ലാറുള്ളതെന്ന്. അപ്പോ വിഷമുള്ള പാമ്പുകളോ? സംശയം എന്തിനാണ് സർ? അതിനാണല്ലോ അവയുടെ വിഷം. വിഷം കുത്തിവെച്ച് ഇരയെ കൊന്ന ശേഷമാണ് അവർ ഭക്ഷിക്കുന്നത്. എബ്രഹാം തുടർന്നു. അപ്പോ അവ മനുഷ്യനെ കടിക്കുന്നതോ? ഭക്ഷിക്കാൻ കഴിയില്ലെന്നറിഞ്ഞിട്ടും സുരക്ഷയ്ക്ക് വേണ്ടിയാണ് സർ. പ്രകൃതി അവയ്ക്ക് ആ വിഷം കൊടുത്തത് തന്നെ അതിനുവേണ്ടിയാണല്ലോ. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളല്ലേ. ഇതിനാണ് സാർ എന്നെ വിളിപ്പിച്ചത്? അല്ല, ചോദ്യം ഇതാണ്, ഒരു മനുഷ്യന്റെ അത്രയും ഉയരത്തിൽ രാജവെമ്പാലയ്ക്ക് നിൽക്കാൻ കഴിയുമോ? അത് കടിച്ചിറക്കുന്ന വിഷത്തിന്റെ അളവ് നിയന്ത്രിക്കാൻ സാധിക്കുമോ? സാർ, രാജവെമ്പാല എന്ന പാമ്പിന് ശരീരത്തിന്റെ 1/3 ഭാഗം ഉയരാൻ സാധിക്കും. സാധാരണ അവയ്ക്ക് 12 മുതൽ 15 അടി വരെയാണ് നീളം. പക്ഷേ പൂർണ്ണ വളർച്ചയിലെത്തിയ ഒരു പാമ്പിന് 18 അടി നീളമുണ്ടെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ അതിന് 6 അടിയുള്ള ഒരു മനുഷ്യന്റെ ഉയരത്തിൽ നിൽക്കാൻ സാധിക്കും. പിന്നെ വിഷം ഇറക്കുന്നത്, എല്ലാ വിഷപ്പാമ്പുകൾക്കും അതിൻ്റെ വിഷം ഉണ്ടെങ്കിലേ ഭക്ഷണം ദഹിപ്പിക്കാൻ സാധിക്കൂ. നമുക്കാണത് വിഷം, അവയ്ക്കത് അതിൻ്റെ ഉമിനീരാണ്. അതുകൊണ്ട് തന്നെ ഭക്ഷിക്കാൻ പറ്റാത്ത ഒന്നാണെങ്കിൽ സുരക്ഷയ്ക്ക് വേണ്ടി ശത്രുവിനെ ഭയപ്പെടുത്താൻ മാത്രം ആവശ്യമുള്ള വിഷം കടിച്ചിറക്കും. എബ്രഹാം ബിബിനോട് നന്ദി പറഞ്ഞു പിരിഞ്ഞു. തൻ്റെ ടീമിനോട് അയാൾ പറഞ്ഞു, നമ്മൾ വളരെയധികം സൂക്ഷിക്കേണ്ട സാഹചര്യമാണിപ്പോൾ. ഈ കേസ് എത്രയും വേഗം ക്ലോസ് ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവൻ പോലും അപകടത്തിലാവും. സാർ, അയാൾക്കെതിരെയുള്ള കേസ് എന്താണ്? സാജനെ കൊന്നത് അയാളാണെന്നതിന് ഒരു തെളിവുമില്ല. ഇന്നലെ റാവുത്തറിനെ ഭീഷണിപ്പെടുത്തുക മാത്രമാണ് ചെയ്തത്. പിന്നെ എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്? ശ്യാം ചോദിച്ചു. റാവുത്തർ പറഞ്ഞതനുസരിച്ച് സാത്താനാണ് ആസിഫിനെ കൊലപ്പെടുത്തിയത്. പക്ഷേ അതിനുള്ള തെളിവെന്താണ് സാർ? ശ്രീനാഥ് ചോദിച്ചു. തെളിവ് കിട്ടി വരുമ്പോഴേക്കും അവൻ നമ്മളെല്ലാം തീർത്തിരിക്കും, എബ്രഹാം ദേഷ്യത്തിൽ പറഞ്ഞു. എബ്രഹാമിന്റെ ഫോൺ ശബ്ദിച്ചു. കോൾ എടുത്ത് അയാൾ അസ്വസ്ഥനായി. ശ്രീനാഥിനോട് എബ്രഹാം പറഞ്ഞു, തെളിവുണ്ടോന്നറിയില്ല, പക്ഷേ രഘുവരൻ, അയാളുടെ മകൻ ആദി, പിന്നെ ഞാൻ ചോദ്യം ചെയ്തു വിട്ട ഡ്രൈവർ, ഇവർ 3 പേരും ഇന്ന് രാവിലെ ഒരു വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ടു. ശ്രീനാഥും ശ്യാമും റിയാസും ഞെട്ടി. ഭയം അവർ മണത്തു. എബ്രഹാം തുടർന്നു. തെളിവ് കിട്ടുന്നതുവരെ നമുക്ക് കാത്തിരിക്കാം. പക്ഷെ അവൻ അതിൻ്റെ ഇടയ്ക്ക് എല്ലാം തീർക്കും. നമ്മൾ എന്താണ് സാർ ചെയ്യേണ്ടത്? റിയാസ് ചോദിച്ചു. കണ്ടെത്തണം. സാത്താൻ ആരാണെന്ന് കണ്ടെത്തണം. എന്നാലേ അവനെ എങ്ങനെ കീഴ്പ്പെടുത്താമെന്ന് നമുക്കറിയാൻ സാധിക്കൂ. സർ, രഘുവരന്റെ ഗുണ്ടകൾ അവർ? ശ്യാം ചോദിച്ചു. അറിയില്ല, കണ്ടുപിടിക്കണം. നമുക്കിപ്പോൾ ഇറങ്ങാം. രഘുവരന്റെ ബോഡി കാണും. ആസിഫ് നിങ്ങളുടെ ബാച്ച്മേറ്റ് അല്ലേ? അവനെ പറ്റി എനിക്കറിയണം. സാത്താൻ്റെ വഴിമുടക്കാൻ അവൻ എന്താണ് ചെയ്തതെന്ന് എനിക്കറിയണം. റിയാസ്, സൂര്യയുടെ കമ്പനിയിൽ പോകും. അവളെ ഇവിടെ കൊണ്ടുവരണം, ഏത് മുറി ഉപയോഗിച്ചാണെങ്കിലും. എബ്രഹാം സംഘവും ക്യാബിന്റെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നിഷ ഒരു ബോക്സ് അയാളുടെ കയ്യിൽ കൊണ്ടുകൊടുത്തു. കൂടെ ഒരു കത്തും. സർ, ഇന്നത്തെ പോസ്റ്റിൽ വന്നതാണ്. എബ്രഹാം ആ കത്ത് പൊട്ടിച്ചു. എന്നെ തേടി ഇറങ്ങിയ നിനക്ക് എൻ്റെ വക ഒരു വരവേൽപ്പ്, സാത്താൻ. എബ്രഹാം ആ കത്ത് മണത്തു നോക്കി. രക്തത്തിലാണ് എഴുതിയിരിക്കുന്നത്. അയാൾ പതുക്കെ ആ ബോക്സ് തുറന്നു. തുറക്കും തോറും ദുർഗന്ധം വമിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ എബ്രഹാം അത് കണ്ടു. ഒരു മനുഷ്യന്റെ തല അറുത്തു വെച്ചത്. എബ്രഹാം പെട്ടെന്ന് കൈകളെടുത്തു. കണ്ടു നിന്ന് നിഷ ബോധം കെട്ടു വീണു. ശ്രീനാഥും ശ്യാമും റിയാസും പരസ്പരം നോക്കി. എബ്രഹാം വീണ്ടും ആ ശിരസിലേക്ക് നോക്കി. അയാൾ കണ്ടു, അതിന് കണ്ണുകളില്ല. പക്ഷെ ആരാണ് എന്നയാൾക്ക് മനസ്സിലായില്ല. ശ്യാം പതുക്കെ ബോക്സിന്റെ അടുത്തേക്ക് നീങ്ങി അകത്തേക്ക് നോക്കി. സാർ, ഇത് സുദീപ് ദേശായിയാണ്. എബ്രഹാം ശ്യാമിനെ നോക്കി. സാത്താൻ
ഷാനെ കൊന്നു എന്ന് അവകാശപ്പെട്ട പഴയ ഗുജറാത്തി കമ്മീഷണർ സുദീപ് ദേശായി